സാങ്കേതിക സർവകലാശാലയിൽ വൈസ് ചാൻസലർ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് ശുപാർശ അംഗീകരിച്ച് സർക്കാർ. സിൻഡിക്കേറ്റ് ശുപാർശ പ്രകാരം രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും കാലാവധി നീട്ടാൻ സർക്കാർ രജിസ്ട്രാർക്ക് കത്ത് നൽകി. അനധികൃത യോഗത്തിൽ എടുത്ത തീരുമാനം എന്ന് കാട്ടി VC ഈ ശുപാർശകൾ നേരത്തെ റദ്ദാക്കിയിരുന്നു. കഴിഞ്ഞ ജനുവരി 16 ചേർന്ന സിൻഡിക്കേറ്റ് യോഗം മുതൽ സാങ്കേതിക സർവകലാശാലയിൽ തർക്കങ്ങളാണ്. അനധികൃത യോഗമായതിനാൽ റദ്ദാക്കിയെന്ന് VCയും അങ്ങനെ റദ്ദാക്കാൻ നിയമപ്രകാരം കഴിയില്ല എന്ന സിൻഡിക്കേറ്റും വാദിച്ചു. പിന്നാലെ സിൻഡിക്കേറ്റിനെ മറികടന്ന് യോഗ തീരുമാനങ്ങൾ റദ്ദാക്കി വൈസ് ചാൻസലർ ഉത്തരവിറക്കി. ഇതോടെ രജിസ്ട്രാറുടെയും പരീക്ഷാ കൺട്രോളറുടെയും കാലാവധി നീട്ടുന്ന അടക്കം അന്നെടുത്ത പല പ്രധാന തീരുമാനങ്ങളും റദ്ദാക്കപ്പെട്ടു. പ്രതിസന്ധി ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെ സ്വന്തം നിലയ്ക്ക് കൺട്രോളറുടെ കാലാവധി നീട്ടാൻ വൈസ് ചാൻസലർ സർക്കാരിന് കത്തയച്ചെങ്കിലും അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് തള്ളി. അതിനാൽ തന്നെ താൽക്കാലികമായി ഒരാൾക്ക് പരീക്ഷ കൺട്രോളറുടെ ചുമതല നൽകിയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിരുന്നത്. ഇപ്പോൾ വൈസ് ചാൻസലറുടെ തീരുമാനം മറികടന്ന് സിൻഡിക്കേറ്റിന് അനുകൂലമായി സർവകലാശാലയ്ക്ക് കത്ത് നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. പരീക്ഷാ കൺട്രോളറായിരുന്ന ഡോക്ടർ അനന്തരശ്മിക്കും രജിസ്ട്രാറായ ഡോക്ടർ പ്രവീണിനും കാലാവധി നീട്ടി നൽകാം എന്നതാണ് കത്തിന്റെ ഉള്ളടക്കം. 16-ാം തീയതി ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിലെ തീരുമാനപ്രകാരമുള്ള ശുപാർശ സർക്കാർ അംഗീകരിക്കുന്നുവെന്നും ഇത് പ്രകാരമുള്ള തുടർ നടപടി സ്വീകരിക്കണമെന്നും രജിസ്ട്രാർക്ക് നൽകിയ കത്തിൽ പറയുന്നു. ഇതിന്മേൽ വൈസ് ചാൻസലർ എന്ത് നിലപാട് സ്വീകരിക്കുന്നുവെന്നാണ് ഇനി കണ്ടറിയേണ്ടത്. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം.